ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു എക്സ്പ്ലോഷൻ ബോക്സ് ചെയ്താലോ? അതിന് വേണ്ടിയിട്ടൊരു ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ഫോം ബോർഡ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാം. ഇവിടെ ഞാനൊരു ചാർട്ട് പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് കറക്റ്റ് അളവ് ആദ്യം അടയാളപ്പെടുത്തണം കേട്ടോ. ഇവിടെ ഒരു 10 സെൻറ്റിമീറ്ററിലാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 3 സെക്ഷനിൽ 10 സെൻറ്റിമീറ്ററിൽ അടയാളപ്പെടുത്തണം. നീളവും വീതിയും ഒരേ അളവിലാവാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. 10 സെൻറ്റിമീറ്ററാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നീളവും വീതിയും 10 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കണം കേട്ടോ. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കട്ടോ. ആ ഒരു അടയാളത്തിൽ തന്നെ നന്നായിട്ട് മടക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതേ സെയിം അളവിൽ തന്നെ വേറൊരു ഷീറ്റും കൂടെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഈ ഒരു 10 സെൻറ്റിമീറ്റർ നീളവും വീതിയിൽ തന്നെ വേറൊരു ഷീറ്റും തന്നെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ഷീറ്റും ആ ഒരു അടയാളത്തിൽ തന്നെ മടക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ശേഷം ആ 2 പേപ്പേഴ്സിൻ്റെ മിഡിൽ പോർഷന് തമ്മിലും ഒന്ന് ഒട്ടിച്ചിട്ട് കൊടുക്കും. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ 10 സെൻറ്റിമീറ്ററിൽ എടുത്തു. ഇനി നമ്മളൊരു 8 സെൻറ്റിമീറ്ററിൽ വേറൊരു ഷീറ്റും അതേപോലെ തന്നെ 6 സെൻറ്റിമീറ്ററിൽ വേറൊരു ഷീറ്റും കൂടെ എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോസസ്സിൽ തന്നെ ചെയ്യാം കേട്ടോ. എന്നിട്ട് മിഡിലിൽ അങ്ങനെ ഒട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 3 ലെയേഴ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ടോപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഔട്ട് ലെയർ എടുത്തത് ഒരു 10 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിന് വേണ്ടിയിട്ട് ഒരു 15 സെൻറ്റിമീറ്റർ എടുക്കാം കേട്ടോ. ഈ ഒരു 15 സെൻറ്റിമീറ്ററിൽ നിന്ന് 4 ഭാഗത്തും ഒരു 4 സെൻറ്റിമീറ്റർ വീതം ബാക്കിയാക്കിയിട്ട് ആ ഒരു പോർഷനാണ് മടക്കി കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ 2 സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളൂ. ശരിക്കും ഒരു 4 സെൻറ്റിമീറ്ററെങ്കിലും നിങ്ങൾ എടുക്കണം. എന്നിട്ട് ആ ഒരു പോർഷൻ മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഓരോ കോർണറിലും ഒരു സൈഡ് മാത്രം കട്ടിങ് കൊടുക്കട്ടെ. എല്ലാ കോർണറിലും ഒരു സൈഡ് ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് ആ ഒരു പോർഷനെ ഉള്ളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ ഗമ്മ് തേച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ടോപ്പ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ആക്കുന്ന ടൈമിൽ എല്ലാം കൂടെ ഇതുപോലെ ഫ്ലോപ്പായിട്ട് വരും കേട്ടോ. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൽ ചോക്ലേറ്റ്സും നമുക്കുള്ള ഫോട്ടോസും എല്ലാം ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.